ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്കാനിങ്ങിനൊക്കെ പോകേണ്ട ഒരു ദിവസമാണ്. ഓൾറെഡി ഞാൻ വന്നപ്പോൾ ഒരു സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വീക്സ് കഴിഞ്ഞ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോകേണ്ടൊക്കെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ 7ാം മാസത്തിലെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇക്കോ ആണെങ്കിൽ UAE തിരിച്ചു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് സ്കാനിങ്ങിന് പോകേണ്ട ദിവസവും കൂടിയാണ്. ഞാൻ ഓൾറെഡി UAE വന്നിട്ട് ഞങ്ങൾ സ്കാനിങ്ങിനും ഡോക്ടറിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്കാൻ തന്നെ ഒന്നും കൂടി 2 വീക്സ് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ ഷുഗർ ടെസ്റ്റും റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്തുനിന്നാണ് സ്കാൻ ചെയ്യേണ്ടത്. ഈ ഒരു സ്കാനിങ്ങും കൂടി പുറത്തുനിന്നാണ്. അപ്പോൾ ഹോസ്പിറ്റലിലല്ല. അപ്പോൾ പുറത്തുനിന്ന് ചെയ്തിട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം സ്കാനിങ് സെൻറ്റർ കുറച്ച് തിരക്കൊക്കെ ആയാലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കാനിങ് സെൻറ്റർ ഉണ്ട്. അത് തന്നെയാണ് ഡോക്ടറും പറഞ്ഞത്. 2 സ്കാനിങ് സെൻറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള സ്കാനിങ് സെൻ്ററാണ്. ഈ പ്രാവശ്യം നമുക്ക് വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്കാനിങ് സെൻറ്റർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ചെയ്തിട്ട് പിന്നെ ഡോക്ടറിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് വ്യത്യാസം എന്തോ UAE വെച്ചിട്ടുള്ള ഒരു വ്യത്യാസം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്ത് സ്കാൻ ചെയ്താലും നമുക്ക് ബേബീനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. എന്താ മെയിനായിട്ടുള്ള സ്കാനിങ്ങിനായാലും അല്ലാത്തതിനായാലും എല്ലാം നമുക്ക് ബേബീനെ കാണിച്ചു തരുമായിരുന്നു. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്കാനിങ്ങിന് ചെയ്തിട്ടൊന്നും എനിക്ക് ബേബീനെ കാണിച്ചു തന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കത് നന്നായിട്ട് വിഷമമായിട്ടുണ്ടായിരുന്നു. അവർ കാണിച്ചു തരുന്നത് ഞാൻ ചോദിച്ചുമില്ല. ചിലപ്പോൾ ചോദിച്ചാൽ ചിലപ്പോൾ കാണിച്ചു തരുമായിരിക്കും. പക്ഷേ ഞാൻ ഡോക്ടർ എന്നോട് ചോദിച്ചായിരുന്നു ബേബീനെ കാണിച്ചു തന്നോന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഒന്നും കൂടി സ്കാൻ ചെയ്തിട്ട് എനിക്ക് ബേബീനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡോക്ടറായിട്ടോ, ഒരു പാവ ഒരു ഡോക്ടറായിരുന്നു. എനിക്ക് രാവിലെ ഇവിടെ വന്നിരിക്കാൻ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കിളികളുടെ ഈ ഒരു സൗണ്ടൊക്കെ കേട്ട് മിക്കപ്പോഴും ഞാൻ ചായ കുടിക്കുന്നത് ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഒരുങ്ങാനായിട്ട് പോവാണ് കേട്ടോ. ഷുഗർ ടെസ്റ്റ് നോർമലി നമുക്ക് ഇവിടെ വീട്ടിൽ വന്ന് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ലാബിൽ നിന്ന് തന്നെ വീട്ടിൽ വന്ന് അവർ ചെയ്ത് തരും കേട്ടോ. ഇവിടെ അടുത്തൊരു ലാബുണ്ട്. അപ്പോൾ അതെനിക്ക് അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു. കാരണം അവിടെ പോയി ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഉള്ളതൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അത്രയും നേരം ഇരിക്കേണ്ടി ഒന്നും വന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് ചെയ്തത്. അപ്പോൾ അത് നോർമലാണ് കേട്ടോ ഷുഗർ. എനിക്കതും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ UAE വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാം എനിക്ക് ഷുഗർ നല്ല കൂടുതലായിരിക്കും. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ എല്ലാം ഷുഗർ നോർമലാണ് കേട്ടോ. എന്ത് പറ്റിയെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഇതുവരെ. പക്ഷേ ഷുഗർ സ്റ്റാർട്ടിങ്ങിൽ പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗറിൻ്റെ ചെറുതോ കാണിച്ചപ്പോൾ തൊട്ടേ ഞാൻ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് UAE വെച്ചും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഷുഗറി ഐറ്റംസ് ഒക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഷുഗർ കാണിച്ചിട്ടുണ്ട്. ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തപ്പോഴും അതിന് മുമ്പുള്ള ടെസ്റ്റിലും ഒക്കെ ഷുഗർ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് ഷുഗർ നോർമലാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ ഒരുങ്ങി സെറ്റായി. ഞാൻ ആദ്യം ആ ഒരു ബോയൊക്കെ വെച്ച് നോക്കി. പിന്നെ അവിടുത്തെ ഹോസ്പിറ്റലല്ലേ വേണ്ട, അത്രയ്ക്കങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ നോർമലായിട്ടുള്ളതെന്ന് വെച്ച് പിന്നെ നമുക്ക് ഫയൽ എല്ലാ കാര്യങ്ങളും ഉണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ 2 ടെസ്റ്റാണ് എന്നോട് ഈ പ്രാവശ്യം ചെയ്തിട്ട് പോകാനായിട്ട് പറഞ്ഞത്. മെയിൻലി എനിക്ക് തോന്നുന്നു UAE വെച്ചിട്ട് ഒരു 2 വീക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റത്തെ വീഡിയോയിൽ 2 വീക്സ് ഒരു ഡിഫറൻസ് കാണിക്കുന്നത് കൊണ്ടായിരിക്കും ഒന്നും കൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ ഒരുപാട് സ്കാനിങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഒരു സ്കാൻ ചെയ്തു, വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മളിതുകൊണ്ട് സ്കാനിങ് സെൻറ്ററിലോട്ട് പോവാണ്. ഒന്നും പറയണ്ട, ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നേരം ഇരിക്കേണ്ടി വന്നു ഈ സ്കാനിങ് സെൻറ്ററിൽ. ഇത്രയും ഞാൻ വിചാരിച്ചില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്കാനിങ്ങിന് പോയപ്പം മറ്റ് ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തായാലും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറേ നേരം ഇരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴോ അവിടെയും നല്ല തിരക്കാണ്.
അപ്പോൾ എന്തായാലും ഡോക്ടറിനെയൊക്കെ കണ്ടു, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ എല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് എന്നോട് പറഞ്ഞേക്കുന്നത്, ടെൻഷനൊന്നും വേണ്ടാന്ന്, ഇതുപോലെ ഹാപ്പി ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞത് കേട്ടോ. എന്തായാലും ഷുഗറിൻ്റെ ആ ഒരു ടെസ്റ്റ് റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ നല്ല ഹാപ്പിയായി. ഡോക്ടർ അതിശയമായി പോയി സത്യം പറഞ്ഞാൽ. കാരണം UAE മൊത്തം ഇങ്ങനെ ഷുഗർ കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോർമലാണല്ലോ, ഇവിടെ വന്ന് എന്താണ് ചെയ്തത്, എന്ത് രഹസ്യമാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഊണൊക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്, കാരണം നന്നായിട്ട് ലേറ്റ് ആയല്ലോ വന്നപ്പോഴത്തേക്കും. രണ്ടിടത്ത് നല്ല തിരക്കായിരുന്നു. ചോറ് ഞാൻ കഴിക്കും കേട്ടോ, ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കും, രാത്രി കഴിക്കില്ല. ഉച്ചയ്ക്ക് ഒരു നേരം ഞാൻ ചോറ് കഴിക്കാറുണ്ട്. പിന്നെ എന്നോട് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട്, മീൻസ് ഒരുപാട് കഴിക്കാതെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് കഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഒരുപാട് കഴിച്ചിട്ട് ഞാൻ ഷുഗർ നോക്കുമ്പോൾ എനിക്ക് ഷുഗർ കൂടുന്നത് തൊട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ ഷുഗർ നോക്കുമ്പോൾ. പിന്നെ കുറച്ചായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ അത് കൺട്രോളായിട്ട് നിന്നോളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓക്കെ ആയിട്ടാണ്, അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല വെയിലാണ് ഇവിടെ, നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കിടന്നു. പിന്നെ വൈകിട്ടത്തേക്ക് എനിക്കൊരു പഴംപൊരി കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് ഉമ്മ അതുകൊണ്ട് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒന്നുമില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനത്തെ പൊരിപ്പൊക്കെ കഴിക്കണമെന്നൊരാഗ്രഹം തോന്നത്തുള്ളൂ. ഇപ്പം പൊരിപ്പിനേക്കാളും എനിക്കിഷ്ടം ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പം ഫ്രൂട്ട്സാണ് കൂടുതലും ഞാൻ കഴിക്കാറ്, പൊരിപ്പ് കുറവായിരിക്കും. എന്തായാലും ഇപ്പോൾ ഇന്നൊരാഗ്രഹം തോന്നിയിട്ട് ഞാൻ ഒരു പഴംപൊരി കഴിക്കണമെന്നൊരാഗ്രഹം തോന്നിയിട്ട് ഉമ്മ പഴംപൊരി ഉണ്ടാക്കി തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ പുറത്ത് ഈവനിങ് ഒക്കെ ആകുമ്പോൾ വെയിലൊക്കെ ഒന്ന് താന്നതിന് കുറച്ച് നേരം തൊണ്ട് ഉമ്മയുടെ ചെടികളൊക്കെ നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് കുറേ നേരം ഉമ്മ ഇങ്ങനെ നിൽക്കും. ഉമ്മക്ക് കുറേ ചെടികളുണ്ട് കേട്ടോ, ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതും പിന്നെ അതുകൊണ്ട് നമുക്ക് പേരയിൽ ഇത് നല്ല പേരയ്ക്കയാണ് കേട്ടോ, നല്ല ചുവന്ന പേരയ്ക്കയാണ്. പക്ഷെ നമുക്ക് കിട്ടാറേ ഇല്ല, ഇത് വവ്വാലും അതും ഇതും എല്ലാം തിന്നുകൊണ്ട് പോവാണ്. അപ്പോൾ ഒരെണ്ണം കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉമ്മ പറിച്ച് തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഴുത്തില്ല, 2 ദിവസം കഴിയുമ്പോൾ പഴുക്കുമായിരിക്കും, മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് നടക്കും കേട്ടോ, ഒരുപാടൊന്നുമില്ല, കുറച്ച് നേരമേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളപ്പോൾ എന്നെ ഇങ്ങനെ നടത്തിക്കുമായിരുന്നു, അത് അവിടെയും ഇവിടെയൊക്കെ നടത്തിക്കുമായിരുന്നു കേട്ടോ. UAE നമ്മൾ നന്നായിട്ട് നടക്കുമായിരുന്നു. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് എനിക്ക് ഇത്രയും മടിയില്ലായിരുന്നു, ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല മടിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ നമുക്ക് അങ്ങനെ മടി പിടിച്ചിരിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. എന്തായാലും കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ, നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. അതുപോലെ ജോലിക്ക് പോകണം, അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് ഒരു തിരക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല മടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഞാൻ ഈവനിങ് ഒന്ന് നടക്കാനായിട്ട് നോക്കും. പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉമ്മ ഒരു ഓട്സാണ് ഉമ്മയുടെ മെയിൻ കേട്ടോ. അപ്പോൾ ഈ ഓട്സിൻ്റെ അത് എന്തൊക്കെയോ ഇട്ടിട്ടാണ് തരുന്നത്, അത് ഷുഗർ കുറയാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇടാറുണ്ട് കേട്ടോ. എനിക്കതിന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല എന്തൊക്കെയാണ്. അപ്പോൾ അതും കുടിച്ച് പിന്നെ ഇന്നോട്ട് കുറച്ച് പഠിക്കണമെന്നൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. മെയിൻലി അറബിക്കൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം, കാരണം നമ്മൾ ഒട്ടും നോക്കാതിരുന്നാലും ആ ഒരു ടച്ച് വിട്ടുപോകും. ഇനിയും പോയി ജോലി ചെയ്യണ്ടേ, അപ്പോൾ ഒന്നും അറിയത്തില്ല എന്ന് പറയുന്ന നാണക്കേടല്ലേ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കണമെന്ന് വിചാരിക്കാറുണ്ട്. അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.